മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തെ അവതാരമാണ് കൽക്കി. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞതോടെ കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മത്തിന് ഉയർച്ചയുണ്ടാകുകയും ചെയ്യും. മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമികമായ ജീവിതം നയിക്കും. അങ്ങനെ കാലദോഷത്തിൻ്റെ പാരമ്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി മഹാവിഷ്ണു ശംബാല എന്ന സ്ഥലത്ത് കൽക്കിയായി അവതാരമെടുക്കും. കൽക്കി ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ധർമ്മവും പുരുഷാർത്ഥങ്ങളും പുനഃസ്ഥാപിക്കും. അതോടെ കലിയുഗം അവസാനിക്കുകയും ധാർമ്മികതയുടെയും പവിത്രതയുടെയും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും. ധനുമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി നാളെയാണ് കൽക്കിയുടെ ജനനമെന്ന് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നു. കൽക്കി അവതാരമെടുക്കുന്ന സമയത്ത് എല്ലാ ചിരഞ്ജീവികളും പ്രത്യക്ഷരാകുമെന്ന് വിശ്വസിക്കുന്നു. കൽക്കിയെ ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നത് ഭഗവാൻ പരശുരാമനായിരിക്കുമെന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു. കൽക്കിയുടെ വാഹനമാണ് ദേവദത്ത എന്ന വെളുത്ത കുതിര. ദേവദത്തയുടെ പുറത്തിരുന്ന് കത്തിജ്വലിക്കുന്ന വാളുമായ ഭഗവാൻ കൽക്കി ഈ ലോകത്തെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കും.